ബ്രേക്കിംഗ് വീണ്ടും നോബൽ മറ്റൊരു ബ്രേക്കിംഗ് വാർത്തയുമായി പ്രേക്ഷകർക്കൊപ്പം നിൽക്കുന്നു. ഇന്നത്തെ ദിവസം നോബലിന്റെ ഓരോ മണിക്കൂർ ഇടവിട്ടുകൊണ്ടുള്ള തകർപ്പൻ ബ്രേക്കിങ്ങുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ബ്രേക്കിങ്ങിലേക്ക് നമ്മൾ കിടക്കുന്നു. നോബൽ വീണ്ടും 4ാമത്തെ ബ്രേക്കിംഗ് ആണ്. വളരെ പ്രധാനപ്പെട്ട വാർത്തയായി നമ്മൾ കരുതുന്നു. എന്താണെന്ന് പറഞ്ഞോളൂ. അരുൺ, ഇന്നത്തെ അടുത്ത ബ്രേക്കിംഗും കോൺഗ്രസുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കോൺഗ്രസുമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അകൽച്ചയിൽ ഉള്ള ശശി തരൂർ എംപിക്ക് ഒരു പ്രത്യേക പദവി നൽകിക്കൊണ്ട് അദ്ദേഹത്തെ പാർട്ടിക്ക് ഒപ്പം നിർത്താനുള്ള ശ്രമം കോൺഗ്രസ് നടത്തുന്നു, ഹൈക്കമാൻഡ് നടത്തുന്നു എന്ന സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. പ്രധാനമായും ലോക്സഭാ ഉപനേതാവ് പദവിയിലേക്ക് തരൂരിനെ പരിഗണിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. നിലവിൽ അസാമിൽ നിന്നുള്ള എം പി ഗൗരവ് ഗൊഗോയാണ് ലോക്സഭയിലെ കോൺഗ്രസിന്റെ ഉപനേതാവ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട പോസ്റ്റാണ് പ്രതിപക്ഷ ഉപനേതാവ് എന്ന് പറയുന്നത്. സ്വാഭാവികമായും നിലവിലത്തെ കോൺഗ്രസിന്റെ ഒരു ചർച്ചകളിലൂടെ പോകുന്നത്, അതായത് കേരളത്തിലെ പോലെ തന്നെ അസാമിലും കോൺഗ്രസ് പുനഃസംഘടിപ്പിക്കാൻ പോവുകയാണ്. കാരണം കേരളത്തിനൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനമാണ് അസം. അവിടുത്തെ PCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഗൗരവ് ഗൊഗോയെ കൊണ്ടുവന്ന് അവിടെ പാർട്ടി ശക്തിപ്പെടുത്തണം എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഒരു നിലപാട്. സംസ്ഥാന നേതൃത്വവും അസാമിലെ സംസ്ഥാന നേതൃത്വവും ഗൗരവ് ഗൊഗോയ് സംസ്ഥാനത്ത് സജീവമായി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് എതിരെ പോരാട്ടം നയിക്കണം എന്ന നിലപാടാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ നേതാക്കൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കത്ത് ഉൾപ്പെടെ അയക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഗൗരവ് ഗൊഗോയ് അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന അസമിന്റെ നേതൃയോഗമാണ് ദില്ലിയിൽ നടക്കുന്നത്. ഈ യോഗത്തിന് പിന്നാലെ അസം PCC അധ്യക്ഷനായി, അതായത് അസം കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി ഗൗരവ് ഗൊഗോയെ നിശ്ചയിക്കും എന്ന വിവരം പുറത്തേക്ക് വരുന്നു. അതിനു പിന്നാലെ ഗൗരവ് ഗൊഗോയ് സംസ്ഥാനത്ത് സജീവമാവുകയും ലോക്സഭാ പ്രതിപക്ഷ ഉപനേതാവ് പദവി ഒഴിയുകയും ചെയ്യും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഗൗരവ് ഗൊഗോയ് സംസ്ഥാനത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് ഹൈക്കമാൻഡും അവിടെ നിലപാട് എടുക്കും. കാരണം പ്രധാനമായും നേരത്തെ മുതൽ തന്നെ കോൺഗ്രസിന് വളരെ ശക്തിയുള്ളൊരു സംസ്ഥാനമായിരുന്നു അസാം എന്ന് പറയുന്നത്. ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയതിന് പിന്നാലെയാണ് അവിടെ വലിയ പ്രതിസന്ധി കോൺഗ്രസ് ഉണ്ടായത്. സ്വാഭാവികമായും കോൺഗ്രസിന് അവിടെ വലിയ വേരോട്ടം ഇപ്പോഴുമുണ്ട്. ഗൗരവ് ഗൊഗോയെ പോലൊരു നേതാവിനെ കഴിഞ്ഞ തവണ പരാജയപ്പെടുത്താൻ BJP പരമാവധി ശ്രമിച്ചിട്ടും അവിടെ ഗൗരവ് ഗൊഗോയ് വിജയിച്ച് ലോക്സഭയിൽ എത്തുകയും ചെയ്തു. സ്വാഭാവികമായും ഗൗരവ് ഗൊഗോയ് തന്നെ പാർട്ടിയെ നയിച്ച് അസമിൽ സജീവമായി കഴിഞ്ഞാൽ അവിടെ ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയും എന്നാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ഗൗരവ് ഗൊഗോയ് സംസ്ഥാനത്തേക്ക് കൂടുതൽ സജീവമാകുമ്പോൾ ലോക്സഭാ ഉപനേതാവ് പദവി, പ്രതിപക്ഷ ഉപനേതാവ് പദവി ഒഴിഞ്ഞുകൊണ്ട് ആ പദവി വേക്കൻ്റ് ആവുകയാണ്. നിലവിൽ ശശി തരൂർ നേരത്തെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ തനിക്ക് പ്രവർത്തിക്കാൻ പദവികൾ, അത്തരത്തിൽ തന്നെ ഏതെങ്കിലും പ്രധാന പദവിയിലേക്ക് പരിഗണിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ സംഘടനാ പരിചയം ഇല്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സംഘടനാ ചുമതലകൾ നൽകാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് ഏറെക്കുറെ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ലോക്സഭാ ഉപനേതാവ് പദവി വരികയാണ്, ഈ പ്രതിപക്ഷ ഉപനേതാവ് പദവി വേക്കൻ്റ് ആവുകയാണെങ്കിൽ ആ പദവിയിലേക്ക് ശശി തരൂരിനെ പരിഗണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കാനും കഴിയും. ഒപ്പം നിലവിൽ അദ്ദേഹത്തിനുള്ള അസംതൃപ്തികളും അതൃപ്തികളൊക്കെ പൂർണ്ണമായും ഇല്ലാതാക്കാനും കഴിയും എന്നും അക്കോമഡേഷൻ അല്ലാതെ മറ്റു വഴി മുന്നിലില്ല എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു. സംസ്ഥാനത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിലാണ് ശശി തരൂരിന് താല്പര്യമെങ്കിലും സംഘടനാ ചുമതല ശശി തരൂരിന് കൊടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ പാർലമെന്ററി രംഗത്ത് ഡൽഹിയിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം കേന്ദ്രീകരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. മാത്രവുമല്ല, ഗൗരവ് ഗൊഗോയ് ഒഴിയുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ഡെപ്യൂട്ടി ഒപ്പോസിഷൻ ലീഡർ, പ്രതിപക്ഷ ഉപനേതാവിന്റെ ഒരു സ്ഥാനം ഒഴിവ് വരികയും ചെയ്യും. അവിടേക്ക് പാർലമെന്റിൽ നല്ല പ്രകടനം നടത്താൻ ശേഷിയുള്ള ശശി തരൂരിനെ തന്നെയാണ് പരിഗണിക്കുന്നത്. അങ്ങനെ വന്നാൽ ശശി തരൂരിന്റെ പരിഭവങ്ങളും മാറും. അതേസമയം പാർട്ടിയിൽ ഒഴിവ് വരുന്ന വേക്കൻസിയിലേക്ക് ഒരാളെ ഫില്ല് ചെയ്യാനും പറ്റും. കേരളത്തിൽ ശശി തരൂര് ഇടപെട്ട് നടത്തുന്ന നീക്കങ്ങൾ ഒരു പരിധിവരെ പ്രതിരോധിക്കാനും കഴിയും. അപ്പോൾ ഒരു വെടിക്ക് 3 പക്ഷി, അതാണ് അല്ലേ നോബൽ? തീർച്ചയായും തരൂരുമായി ഇപ്പോൾ ബന്ധപ്പെട്ടിരിക്കുന്ന അതൃപ്തികൾക്കൊക്കെ ഒരു പരിഹാരം കാണാൻ ഈ പദവിയിൽ തരൂർ എത്തുന്നതോടെ കഴിയും എന്നാണ് കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, പ്രാഥമിക ചർച്ചകൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത് എന്ന വിവരവും പുറത്തേക്ക് വരുന്നുണ്ട്. ഇതൊരു തീരുമാനമൊന്നും ആയിട്ടില്ല. പക്ഷെങ്കിൽ പോലും ഇത്തരത്തിൽ ചർച്ചകൾ കോൺഗ്രസ് നടക്കുന്നുണ്ട്. ശശി തരൂർ കഴിഞ്ഞ ദിവസം എടുത്ത നിലപാടിൽ നിന്ന് അദ്ദേഹം പാർട്ടിയോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി സ്വീകരിച്ചു വരുന്നത്. ദില്ലിയിൽ നടന്ന ചർച്ചകൾക്ക് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ചില സൂചനകൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന വിവരമുണ്ട്. അതിനു പിന്നാലെയാണ് തരൂർ എന്താണെങ്കിലും നിലവിൽ ഉയർത്തിയിരിക്കുന്ന ആ വലിയ വെല്ലുവിളി കുറച്ചുകൊണ്ട് ഒരു വെടിനിർത്ത രീതിയിലേക്ക് തരൂർ മാറിയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നിലവിൽ തരൂർ പാർട്ടിക്ക് വിധേയനായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി, പ്രത്യേകിച്ച് ഇന്നലെ ആശാവർക്കർമാരുടെ സമരത്തിലൊക്കെ ആണെങ്കിൽ പോലും പങ്കെടുത്തുകൊണ്ട് സർക്കാരിനെതിരെ അദ്ദേഹം വീണ്ടും രംഗത്തേക്ക് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്താണെങ്കിലും നിലവിൽ തരൂരിനെ ലോക്സഭാ ഉപനേതാവായി, പ്രതിപക്ഷ ഉപനേതാവായി മാറ്റിക്കൊണ്ട് നിലവിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കോൺഗ്രസിന് കഴിയും എന്നൊരു പ്രതീക്ഷ കോൺഗ്രസ് ക്യാമ്പിലെ ചില നേതാക്കളെങ്കിലും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ, നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസമോ ഗൗരവ്
ഗൊഗോയെ PCC അധ്യക്ഷനായി, അതായത് അസാമിന്റെ കോൺഗ്രസ് അധ്യക്ഷനായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തീരുമാനം വരും. അതിനൊപ്പം തന്നെ കേരളത്തിന്റെ തീരുമാനം വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും അതിന് പിന്നാലെ ഗൗരവ് ഗൊഗോയ് ലോക്സഭയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശ്രദ്ധ പൂർണ്ണമായും സംസ്ഥാനത്തേക്ക് മാറ്റും. കേരളം പോലെ തന്നെ ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് അസമിലും ബാക്കിയുള്ളത്. കേരളം, അസം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട് ഇങ്ങനെയാണൊരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതും. സ്വാഭാവികമായും അത്തരത്തിലൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഗൗരവ് ഗൊഗോയ് കൂടുതൽ സംസ്ഥാനത്തേക്ക് സജീവമാകേണ്ടതുണ്ട്. ആ നീക്കം തന്നെയാണ് ഹൈക്കമാൻഡ് നടത്തുന്നത്. ആ പശ്ചാത്തലത്തിൽ ഒഴിവരുന്ന പദവിയിലേക്ക് ശശി തരൂരിനെ പരിഗണിച്ച്, പ്രത്യേകിച്ച് പാർലമെന്റിൽ നേരത്തെ ആരും സൂചിപ്പിച്ചതുപോലെ തന്നെ തരൂർ നടത്തിയിട്ടുള്ള പ്രകടനം അത് മികച്ച പ്രകടനം തന്നെയാണ്. സംസാരിക്കാൻ അവസരം കിട്ടുമ്പോഴൊക്കെ നല്ല രീതിയിൽ സംസാരിച്ച് ഭരണപക്ഷത്തെ കൃത്യമായ രീതിയിൽ വെള്ളം കുടിപ്പിക്കാൻ തരൂരിന് കഴിയുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രധാന പദവി കൂടി ആയതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായി പെർഫോം ചെയ്യാൻ തരൂരിന് കഴിയുമെന്ന കാര്യത്തിലും കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ സംശയങ്ങൾ ഇല്ല. ആ പശ്ചാത്തലത്തിൽ തരൂരിനെ തന്നെ ആ പദവിയിലേക്ക് പരിഗണിക്കുന്ന കാര്യം ചർച്ച. ശരി നോബൽ, വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ ദിവസത്തെ നോബലിന്റെ 4ാമത്തെ ബിഗ് ബ്രേക്ക് ആണ്. ശശി തരൂരിന് പുതിയ പദവി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു കോൺഗ്രസ് എന്നുള്ളതാണ്. ലോക്സഭയിലെ പ്രതിപക്ഷ ഉപനേതാവിന്റെ സ്ഥാനമാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. അവിടെ ഗൗരവ് ഗൊഗോയ് ആസാമിന്റെ PCC അധ്യക്ഷനായി പോകുന്ന ഒഴിവിലേക്കാണ് ശശി തരൂരിനെ പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ശശി തരൂരിന് വേണ്ടി ചില ആളുകളൊക്കെ വാതിലൊക്കെ തുറന്നിട്ടല്ലോ, വരി അതൊക്കെ പൂട്ടി വയ്ക്കും, അങ്ങോട്ട് വരത്തില്ല. ശശി തരൂര് ലോക്സഭയിൽ തന്നെ പ്രതിപക്ഷ ഉപനേതാവായിട്ട് തുടരും. ശശി തരൂരിനും അതിൽ താല്പര്യമുണ്ട് എന്നറിയുന്നു. അതിനെ തുടർന്നാണ് ആശാവർക്കർമാരുടെ സമരപ്പന്തലിലേക്ക് എത്തുകയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും തുടങ്ങിയത് ശശി തരൂർ. കേരളത്തിന്റെ കാര്യങ്ങൾ, കേരളത്തിന്റെ ചുമതല, കേരളത്തിന്റെ നേതൃത്വത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ സംഘടനാ പാഠവും ആ അർത്ഥത്തിൽ ശശി തരൂർ പ്രകടിപ്പിക്കാത്തതുകൊണ്ട് പാർലമെന്ററി രംഗത്ത് അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുള്ളതുകൊണ്ടും കോൺഗ്രസ് ശശി തരൂരിനെ ഡൽഹിയിലേക്ക് ക്ഷണിക്കുകയാണ് വീണ്ടും ലോക്സഭാ പ്രതിപക്ഷ ഉപനേതാവായി.